ചേട്ടാ, ഈ കാറും ബസ്സും ഒക്കെ തള്ളി നിൽക്കുന്ന വീഡിയോകൾ നമ്മളിപ്പോൾ സിനിമകളിലാണെങ്കിലും അല്ലാണ്ടുമൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു ഹെലികോപ്റ്റർ തള്ളി നിൽക്കുന്ന കാഴ്ച, അതും നമ്മുടെ രാഷ്ട്രപതിയുടേതാണ്. ഈ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ചെന്നല്ല കൂടുതലാണ് സുരക്ഷാ വീഴ്ചയാണ്. അതെ, അപ്പോൾ അതേപ്പറ്റി എന്താണ് പറയാനുള്ളത്? നമുക്കറിയാലോ, നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ കോൺക്രീറ്റ് ചെയ്താൽ അത് ഉണങ്ങിക്കിട്ടാൻ എത്ര സമയമെടുക്കും എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ രാഷ്ട്രപതിയെപ്പോലെ അതീവ സുരക്ഷ വേണ്ട ഒരാൾ നമ്മുടെ സംസ്ഥാനത്ത് സന്ദർശനത്തിനെത്തുമ്പോൾ, ശബരിമല സന്ദർശിക്കാനാണ് രാഷ്ട്രപതി എത്തുന്നത്. അവിടെ എത്തുമ്പോൾ വേണ്ട സുരക്ഷ ഒരുക്കുക എന്നുള്ളത് മറന്നുപോയി. ഗുരുതരമായ വീഴ്ചകൾ അക്കമിട്ട ആളുകൾ നിരത്തുന്നുണ്ട്. പക്ഷേ എന്നിട്ടത് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. അത് തള്ളി മാറ്റിയത് ചിറക് അങ്ങോട്ട് പോയതുകൊണ്ടാണ്, കാലിങ്ങോട്ട് വന്നതുകൊണ്ടാണ്. പിന്നാലെ തന്നെ പൊതുമരാമത്തും ഒരു വാദമായിട്ട് മുന്നോട്ട് വന്നായിരുന്നു. അതെന്തായിരുന്നു? അത് കേന്ദ്ര ഇവരുണ്ടല്ലോ, അവരുടെ നിർദ്ദേശപ്രകാരമാണ്. അതായത് കേന്ദ്ര സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണ് ധൃതി പിടിച്ച് ഈ കോൺക്രീറ്റ് ചെയ്ത് ചൊവ്വാഴ്ച രാത്രി ഇവർ വന്നിട്ട് അവരുടെ നിർദ്ദേശപ്രകാരമാണ്, കേന്ദ്ര സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെ ചെയ്തതെന്നാണ് അവർ പറയുന്നത്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും അതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. അത് സുരക്ഷാ വീഴ്ച എന്ന് പറയുമ്പോൾ, ഒന്നാമത് ഒരു VIP വരുമ്പോൾ നമുക്ക് പ്ലാൻ B എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതായത് പല ഗതാഗത മാർഗങ്ങൾ, ഏതൊക്കെ വഴികളിലൂടെ എത്തിക്കാൻ പറ്റും, അഥവാ ഒരു സ്ഥലത്ത് ബ്ലോക്കായി പോയാൽ അടുത്ത സ്ഥലത്ത് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കും. ഇവിടെ നമുക്ക് അറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് മഴയാണ്, കാലാവസ്ഥാ മുന്നറിയിപ്പുണ്ട്. പ്രത്യേകിച്ച് ശബരിമലയിൽ തുലാമാസ പൂജ തുടങ്ങിയതിന് ശേഷം തുടർച്ചയായി മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ മഴ പെയ്യുന്നു എന്നുള്ള മുന്നറിയിപ്പ് ലഭിച്ചു. അവിടെ ഓറഞ്ച് അലർട്ട് തുടർച്ചയായി കൊടുത്തു. തിങ്കളാഴ്ച കൊടുക്കുന്നു, ഓറഞ്ച് അലർട്ടാണ്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12:30 കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് വരുന്നു, അപ്പോഴും ഓറഞ്ച് അലർട്ടാണ്. അതായത് മഴ പെയ്യും. അപ്പോൾ മഴ പെയ്യും എന്ന് പറയുമ്പോൾ ഈ പ്രമാടത്താണ് ഇപ്പോൾ ഹെലികോപ്റ്റർ കൊണ്ടിറക്കിയത്. ആദ്യം ഇവർ തീരുമാനിച്ചിരുന്നത് നിലയ്ക്കൽ ഇറക്കാനാണ്. അപ്പം നിലയ്ക്കൽ ഇറക്കാൻ തീരുമാനിച്ചപ്പോഴാണ് അവിടെ മഴയായതുകൊണ്ട് ഇറക്കാൻ പറ്റില്ല. അങ്ങനെ ധൃതി പിടിച്ചാണ് ഈ പ്രമാടത്ത് 3 ഹെലിപ്പാഡുകൾ കോൺക്രീറ്റ് ചെയ്തത്. അതായത് ഈ തലേന്ന് തുടങ്ങുന്നത് പിറ്റേന്ന് ഒരു വെളുപ്പിന് 6 മണിയൊക്കെ ആകുമ്പോഴാണ്. അപ്പോൾ 6 മണിക്ക് ഈ കോൺക്രീറ്റ് ചെയ്ത് തീരുന്നു. രാഷ്ട്രപതി എത്തുന്നത് 3 മണിക്കൂറിന് ശേഷം തന്നെ 3 മണിക്കൂറിന് ശേഷം രാഷ്ട്രപതി എത്തുകയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണങ്ങി കിട്ടുന്നത്? അല്ല, അതിപ്പോൾ അത് ചെയ്ത എഞ്ചിനീയർമാർക്കും അത്ര പോലും ബുദ്ധിയില്ലാത്തവരാണോ? അത്രയും ഭാരമുള്ള ഒരു ഹെലികോപ്റ്ററാണ്, ചെറിയൊരു വണ്ടി പോലും അല്ലല്ലോ. അപ്പോൾ അത്രയും ഭാരമുള്ള ഒരു സാധനം വന്ന് ആ ചെറിയൊരു നിമിഷത്തിൽ ചെയ്ത സാധനത്തിൽ വന്നിറങ്ങുമ്പോൾ അത് ആഴ്ന്നു പോകുന്നൊരു ചിന്ത നമുക്കാണെങ്കിലും വരില്ലേ? ഇവിടെ ചില പിഴവുകളുണ്ടായി. അതായത് ഒക്ടോബർ 5-നാണ് രാഷ്ട്രപതിയുടെ ഓഫീസിൽ നിന്ന് ശബരിമല സന്ദർശനം സംബന്ധിച്ച അറിയിപ്പ് വരുന്നത്. ഒക്ടോബർ 5-ന് വരുന്നു. അതായത് 2 ആഴ്ച സമയമുണ്ട്. ഈ 2 ആഴ്ചയിലേറെ സമയം ഉണ്ടായിട്ടും മുന്നൊരുക്കങ്ങളൊന്നും നടത്തിയില്ല. അതെല്ലാം നടത്തി, പക്ഷേ നടത്തിയത് കാരണം ആദ്യം മറ്റേ മണ്ണ് വെച്ച് എന്തോ ആയിരുന്നു ചെയ്തിരുന്നത്. അപ്പം മഴ കാരണം അത് പോയി എന്നൊക്കെ പറയുന്നുണ്ട്. അതാ, ഈ മുന്നൊരുക്കങ്ങൾ നടത്തി, പക്ഷേ അത് കൃത്യമായി നടത്തിയില്ല. അതെല്ലാം പാളിപ്പോയി. ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രമാടത്ത് നിലയ്ക്കലിൽ ഇറക്കാൻ പറ്റിയില്ല. അതുപോലെ അത് മാത്രമല്ല, നിലയ്ക്കലിൽ നിന്ന് അവിടെ എന്തെങ്കിലും ഉണ്ടായാൽ റോഡ് മാർക്കം എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ചിന്ത വന്നില്ല. ട്രയൽ റൺ നടത്തിയില്ല. ഇങ്ങനെയുള്ള ഗുരുതരമായ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. പ്രമാടത്ത് 3 ഹെലിപ്പാഡുകൾ പുതുതായിട്ട് നിർമ്മിച്ചു. അത് നേരത്തെ പറഞ്ഞ പോലെ കോൺക്രീറ്റ് ചെയ്ത് അർദ്ധരാത്രി മുതലാണ്, 6 മണിയായപ്പോഴാണ് തീർന്നത്. ഇനി ഈ പ്രമാടത്ത് ഹെലിപ്പാഡിന് ചുറ്റും സുരക്ഷാ വേലിയില്ല. അതായത് രാഷ്ട്രപതിയെപ്പോലെ, പ്രധാനമന്ത്രിയെപ്പോലെ ഈ രാജ്യത്തെ ഏറ്റവും സുരക്ഷ വേണ്ട ആളുകളുണ്ട്. അങ്ങനെ VVIPകളായിട്ടുള്ള ആളുകൾ വരുമ്പോൾ അവർക്ക് രാജ്യം കൊടുക്കുന്ന സുരക്ഷാ സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ആ സുരക്ഷാ സംവിധാനം, ഹെലിപ്പാഡിന് ചുറ്റും സുരക്ഷാ വേലി ഉണ്ടായിരിക്കുക എന്നുള്ളത് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒന്നാണ്. പക്ഷേ അതുണ്ടായില്ല. അത് മാത്രമല്ല, ഇപ്പോൾ കേരളത്തിൽ പൊതുവേ കണ്ടുവരുന്ന നായ്ക്കൾ എല്ലായിടത്തും ഉണ്ട്. ഈ രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്ററിന് ചുറ്റും പലതവണയായി ഈ നായ്ക്കൾ ഹെലികോപ്റ്ററിനടുത്ത് വരെ എത്തി. പിന്നെ അപ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ ഹെലികോപ്റ്ററിനടുത്ത് വരെ നായ എത്തി, അതിനെന്താ കുഴപ്പം?
അങ്ങനെയല്ല, ഈ ഒരു പ്രധാനപ്പെട്ട ആൾ വരുമ്പോൾ അയാൾക്ക് കൊടുക്കേണ്ട സുരക്ഷാ സംവിധാനങ്ങൾ പാളിച്ചകളുണ്ടായാൽ എന്ത് സംഭവിക്കും? ഇപ്പോൾ രാജീവ് ഗാന്ധി എങ്ങനെയാണ് കൊല്ലപ്പെട്ടത്? രാജീവ് ഗാന്ധിക്ക് കൊടുക്കേണ്ട സുരക്ഷ ആ സമയത്ത് അദ്ദേഹത്തിന് പിൻവലിച്ചു. അദ്ദേഹത്തിന് സുരക്ഷ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ സുരക്ഷ ആ സമയത്ത് പിൻവലിച്ച് കഴിഞ്ഞെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ ഉണ്ട്. പക്ഷേ അദ്ദേഹം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നു. അവിടെയും നിയന്ത്രണം ഉണ്ടായില്ല, നിയന്ത്രിക്കാൻ ആരും ഉണ്ടായില്ല. ആ മരണത്തെ സംബന്ധിച്ച് പല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അതവിടെ നിൽക്കട്ടെ. അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി മരിക്കുമ്പോഴും അങ്ങനെയാണ്. ഇന്ദിരാഗാന്ധിയൊക്കെ കൊല്ലപ്പെടുന്ന സമയത്ത് ഇത്രയും വലിയ സുരക്ഷാ നമുക്ക് ടീം അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും നമുക്ക് ചിന്തയില്ല. അതിനുശേഷമാണ് SPG പോലെയുള്ള സുരക്ഷാ കമാൻഡോകളൊക്കെ വേണം എന്നുള്ള ചിന്ത വരുന്നത്. കാരണം പ്രധാനമന്ത്രി സാധാരണ പോലെ ഇറങ്ങി വരുന്നു, കുറച്ച് സെക്യൂരിറ്റി ജീവനക്കാർ, സുരക്ഷാ ഗാർഡുകളുണ്ട് എന്നുള്ളതല്ല. SPG പോലൊരു സംവിധാനവും ഒരു ടീമില്ല. അപ്പോൾ അവർ തന്നെ ഈ സുരക്ഷ ഒരുക്കേണ്ടവർ തന്നെ ഇന്ദിരാഗാന്ധിയെ വെടിവെച്ച് കൊല്ലുന്നു. എന്നിട്ടും ഇന്ദിരാഗാന്ധിയെ ആശുപത്രിയിൽ എത്തിക്കാൻ താമസിച്ചു. ആ തിരക്കിനിടയിലൂടെയാണ് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ അതൊക്കെ മാറി. അതിൽ നിന്നൊക്കെ നമ്മൾ പാഠം പഠിച്ചിട്ട് നമ്മൾ കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ നമ്മുടെ പ്രധാനമന്ത്രി, പ്രസിഡൻ്റ്, അങ്ങനെ ഉപരാഷ്ട്രപതി അവർക്കെല്ലാം എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി നമ്മൾ എഴുതി വച്ചിട്ടുണ്ട്. അതിനനുസരിച്ചാണ് അതെല്ലാം ചെയ്യുക. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ നിലയ്ക്കലിൽ ഇറങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ മറ്റ് പ്ലാനുകളാണ് തയ്യാറാക്കണം. നിലയ്ക്കലിൽ പറ്റിയില്ല. ഇനി റോഡ് മാർഗം കൊണ്ടുപോകാൻ പറ്റുമോ? അതിനെക്കുറിച്ച് ആലോചിച്ചില്ല. അതിനു പകരം ഈ പ്രമാടത്ത് ഇങ്ങനെ ഹെലിപ്പാഡ് ഉണ്ടാക്കി, അത് നല്ല കാര്യം. പക്ഷേ അപ്പോഴും അവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, കാലാവസ്ഥയ്ക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാതെയാണ്, ഇതിനെ നിസ്സാരവൽക്കരിക്കുകയാണ്. ഇത് അങ്ങനെയൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, ഹെലികോപ്റ്റർ ഞങ്ങൾ കാറ് തള്ളുന്ന പോലെ തള്ളി നീക്കുക, അതങ്ങനെയല്ല. അതിനെ ലഘൂകരിക്കുകയല്ലല്ലോ വേണ്ടത്. അതുപോലെ തന്നെ ഇതിനു മുമ്പും സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. 2006 നവംബർ 1 അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, അതാണ് കേരളം കണ്ട ഏറ്റവും വലിയ VVIP സുരക്ഷാ വീഴ്ച. അദ്ദേഹത്തിൻ്റെ വാഹന വ്യൂഹം ഒരു 5 മിനിറ്റ് റോഡിൽ കിടന്നു. അതായത് രാജ്യത്തെ ഏറ്റവും സുരക്ഷ വേണ്ട പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം 5 മിനിറ്റാണ് തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയിൽ റോഡിൽ കിടക്കുന്നത്. ഈ പൈലറ്റ് പോകുന്ന വാഹനമുണ്ട്, മുംബൈ പോകുന്ന വാഹനം, അതിന് ഡ്രൈവർക്ക് വഴി തെറ്റിപ്പോയി. ഈ വിമാനത്താവളത്തിൽ നിന്ന് രാജ്ഭവനിലേക്ക് പോവുകയാണ്. അപ്പോൾ രാജ്ഭവനിലേക്ക് പോകുന്ന വഴിക്ക് ഈ പൈലറ്റ് വാഹനത്തിൻ്റെ ഡ്രൈവർ, അയാൾ ചെയ്യേണ്ടിയിരുന്നത് തിരുവനന്തപുരത്ത് ആശാൻ സ്ക്വയർ എന്ന് പറയുന്നത്, ആശാൻ സ്ക്വയർ. അപ്പോൾ ഈ ആശാൻ സ്ക്വയർ ചുറ്റിയിട്ട് ഇടതുവശം ചേർന്ന് പോകണം. അതിന് പകരം ഈ ആശാൻ സ്ക്വയർ ചുറ്റാതെ ഇയാൾ വലതുവശം ചേർന്ന് പോയി. അപ്പോൾ കുറച്ച് മുമ്പോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ വണ്ടിയെല്ലാം നിന്നു പോയി, പിന്നെ പോകാൻ വഴിയില്ല. ആ വണ്ടി അവിടെ നിന്നു. പ്രധാനമന്ത്രിയുടെ BMW കാർ അതും അവിടെ നിന്നു. 5 മിനിറ്റ് അവിടെ കിടന്നു. എപ്പോഴും ശത്രുക്കൾ, അത് ഏത് രാജ്യത്തെ ആയാലും, അവരിങ്ങനെ അതിൻ്റെ പ്രധാന നേതാക്കളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ആ അറ്റാക്ക് ചെയ്യാൻ ഒരു അവസരം കിട്ടിയാൽ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന ശത്രുക്കളുണ്ട്. ചെറിയൊരു പഴുത് മതി, ചെറിയ പഴുത്. ഇപ്പോൾ പണ്ട് ബേനസീർ ഭൂട്ടോ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു. ഈ ബേനസീർ ഭൂട്ടോ കുറേ നാൾ രാജ്യത്തിന് പുറത്തായിരുന്നു. അതിനുശേഷം അവരിവിടെ വന്നിറങ്ങുന്നു. തെരഞ്ഞെടുപ്പ് സമയമാണ്. അവരുടെ നാട് കടത്തി രാജ്യത്തിന് പുറത്ത് പോകേണ്ടി വന്നവർക്ക് അവിടെ അങ്ങനെയാണ്, സ്ഥിരം അങ്ങനെയാണ്. അധികാരത്തിലിരിക്കുന്ന ആൾ കുറച്ച് കഴിഞ്ഞ് പട്ടാളം അധികാരം പിടിക്കുമ്പോൾ അവരെല്ലാം കൂടെ ലണ്ടനിലങ്ങ് പോകും, പിന്നെ കുറേ കഴിയുമ്പോൾ തിരിച്ചു വരും. അങ്ങനെയാണ് അവിടുത്തെ പരിപാടി. അങ്ങനെ അവർ വന്ന സമയത്ത് അവർക്ക് ഈ സുരക്ഷാ നിർദ്ദേശം ഉണ്ടായിരുന്നു, ശ്രദ്ധിക്കണം, വാഹനത്തിൽ കയറിയാൽ ശ്രദ്ധിക്കണം. അപ്പോൾ ഇവരതൊന്നും മൈൻഡ് ചെയ്തില്ല. ഇവരെന്ത് ചെയ്തു? ഇവരൊരു റാലിയിൽ ഇങ്ങനെ പങ്കെടുക്കുന്ന സമയത്ത് എഴുന്നേറ്റ് അതായത് കാറിൽ തന്നെ എഴുന്നേറ്റ് നിൽക്കാമല്ലോ, എഴുന്നേറ്റ് നിന്ന് തല ഉയർത്തി ആളുകളെ അഭിവാദ്യം ചെയ്തു. ആ ഒരൊറ്റ നിമിഷം മതി, ആ നിമിഷത്തിൽ അവരെ വെടിവെച്ചു വന്നു. മനസ്സിലായോ? അപ്പോൾ അതായത് ചെറിയ ഒരു പിഴവ് ഇങ്ങനെ നോക്കിയിരിക്കും.
അത് നമ്മൾ മുൻകരുതലാണ്. ആ മുൻകരുതൽ നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട ആളുകൾ അവരുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം സുരക്ഷാ സംവിധാനങ്ങളെല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ പിഴവില്ലാതെ നമ്മൾ അത് ചെയ്യണം. അതിനു പകരം ഇത്തരം പിഴവുകളുണ്ടായാൽ, അതുപോലെ തന്നെ 2018 ഓഗസ്റ്റ് 21 നരേന്ദ്രമോദി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വരുന്നു. അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ട്, ഇപ്പോഴും അദ്ദേഹം തന്നെയാണല്ലോ പ്രധാനമന്ത്രി. അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ട് ഈ സമയത്ത് വരുന്ന സമയത്ത് തിരുവനന്തപുരം വിമാനത്താവളത്തിലെ റഡാറുകൾ പ്രവർത്തിച്ചില്ല. ഈ റഡാറുകൾ പ്രവർത്തിച്ചില്ല എന്ന് പറഞ്ഞാൽ, അതായത് കാലാവസ്ഥ, അതുപോലെ മറ്റു വിമാനങ്ങളുടെ സാന്നിധ്യം, ആ റഡാർ പ്രവർത്തിക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിൻ്റെ സന്ദർശന വേളയിൽ കാലാവസ്ഥയ്ക്ക് എന്തെങ്കിലും ചേഞ്ച് ഉണ്ട്. അപ്പോൾ ഈ വിമാനം ഒക്കെ പറക്കുന്നത്, ആകാശത്തൂടെ പറക്കുന്ന ഇത്തരം വാഹനങ്ങൾ കാലാവസ്ഥയും കൂടെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ മഴയുണ്ടാവുമോ അല്ലെങ്കിൽ കൊടുങ്കാറ്റോ, കാലാവസ്ഥാ വ്യതിയാനം അതിൻ്റെ യാത്രയും ബാധിക്കും. അങ്ങനെ റഡാർ പ്രവർത്തിച്ചില്ല. അതുപോലെ മറ്റ് വിമാനങ്ങൾ വരുന്നോ പോകുന്നോ അതും അറിയാൻ പറ്റാതെ പോയി. അങ്ങനെ ഒരു സുരക്ഷാ വീഴ്ചയുണ്ടായി. അപ്പം നമ്മുടെ കേരളത്തിൽ ഇത് പുതിയ സംഭവം അല്ല. പക്ഷെ അതിനകത്ത് കിടന്ന് ന്യായീകരിച്ച് മെഴുകാതിരിക്കുക. തെറ്റ് പറ്റിപ്പോയെങ്കിൽ ആ ആവർത്തിക്കാതിരിക്കണം. ആർക്കാണോ തെറ്റ് പറ്റിയത് അവർക്കെതിരെ നടപടിയെടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ അതിനെ നിസ്സാരവൽക്കരിച്ച് DGP ഉൾപ്പെടെയുള്ള ആളുകൾ നിസ്സാരവൽക്കരിക്കുന്നു, കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ നിസ്സാരവൽക്കരിക്കുന്നു. അങ്ങനെ നിസ്സാരവൽക്കരിക്കുകയല്ല. കാരണം രാജ്യത്തിന് ഏറ്റവും സുരക്ഷ വേണ്ട, നമ്മുടെ പ്രഥമ പൗരൻ എന്നൊക്കെ പറയുന്ന അത്തരം ഏറ്റവും സുരക്ഷ വേണ്ട സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകൾക്ക് ആ സുരക്ഷ ഒരുക്കി കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല. അതിന് പാളിച്ചകൾ വന്നു. ഇവിടുത്തെ ഒരു ക്ലബിൻ്റെ പരിപാടി നടത്തുന്ന പോലെയാണ് രാഷ്ട്രപതിയുടെ സന്ദർശനം പ്ലാൻ ചെയ്യുന്നതെന്ന് വന്നാൽ എങ്ങനെ ഇരിക്കും? ഇവിടുത്തെ നമ്മുടെ ഒരു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പണ്ടൊക്കെ നാട്ടിലുണ്ടായിരുന്നു. ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഇപ്പോഴും ഉണ്ട്. അറിയാത്ത പോലെ ഇരിക്കുന്നുണ്ടാണ് ഞാൻ പറഞ്ഞത്. പണ്ടൊക്കെ വലിയ സജീവമായിരുന്നു. അപ്പോൾ അതിൻ്റെ പരിപാടി പ്ലാൻ ചെയ്യുമ്പോൾ പിന്നെ സൂചിയിൽ നൂല് കൊരുപ്പ്, മുട്ടയിൽ പന്തേറ്, ഇങ്ങനെയൊക്കെ പരിപാടി നടത്തുന്നത് പോലെ അല്ല ഒരു രാഷ്ട്രപതിയുടെ സന്ദർശനം. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇനിയും ഇത്തരം സുരക്ഷാ വീഴ്ചകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുകയും സുരക്ഷാ വീഴ്ച ഉണ്ടാക്കിയ ആളുകൾക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്യണം. ശരി.